ബിജുവിന്റെ കഥ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. നട്ടലിന് കടുത്ത വേദന കാരണം നിൽക്കാനും ഇരിക്കാനും കിടക്കാനും കഴിയാതെ അനാഥമായി ജീവിക്കുന്ന അയാൾ നാട്ടിലേക്ക് മടങ്ങുന്നു. മാസങ്ങൾക്കു മുമ്പ് ഞങ്ങൾ പറഞ്ഞുപോയ ഒരു കഥ. സ്വാന്തനത്തിന്റെ വാക്കുകളെല്ലാം വ്യർത്ഥമാകുന്ന ഈ രാത്രിയിൽ വേദനയുടെ ലോകത്തിരുന്ന് അവൻ ഞങ്ങളോട് പ്രാരാബ്ദങ്ങളുടെ കണക്കുകൾ പറഞ്ഞു. എടുത്തപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു നട്ടല് വളർന്നിട്ട് ഈ തുടയെല്ലുമായിട്ട് ടച്ച് ആയിരിക്കുന്നു. അപ്പോൾ നടക്കാനോ പണിയെടുക്കാനോ കാല് നിവർത്തി കിടക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. 2 മാസത്തെ വാടക കൊടുക്കാൻ പറ്റാതായപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല, അവിടെ ഒന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒഴിഞ്ഞ് കൊടുക്കണം അങ്ങനെ പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഇവർ 1-2 സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരുടെ ഒന്നാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയത്. അപ്പോൾ അടുത്ത റൂമൊന്നും കിട്ടിയില്ല, ഭക്ഷണമൊന്നും ഇല്ലാതെ ഇവിടെ. അപ്പോൾ ഇവിടെ സൈറ്റിൽ പകൽ ആൾക്കാർ വരും. ഇതിൽ പകൽ ആൾക്കാർ വരുമ്പോൾ അവർ 9 മണിക്ക് നാസ്ത കഴിക്കുമ്പോൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ മേടിച്ച് തരും. കഥയ്ക്ക് പിന്നിലെ ജീവിതത്തിന്റെ വഴിത്തിരിവുകൾക്ക് ഞങ്ങൾ ഒരു നിമിത്തമായപ്പോൾ അടിയന്തരമായിട്ട് ഞാൻ എന്താ കഴിക്കാന്ന് വെച്ചാൽ ഇയാളെ ഇവിടുന്ന് സ്ഥലം മാറ്റി ഞാൻ ഞങ്ങളുടെ ആൾക്കാർ താമസിക്കുന്ന അവിടെ ഒരു മുറിയിൽ ഞാൻ അക്കോമഡേറ്റ് ചെയ്യാം പോണവരെ. ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാം. ഒടുവിൽ യാത്രയാകുന്നതിന് മുൻപുള്ള ആൾക്കൂട്ടത്തിനു മുൻപിൽ ഞങ്ങൾ അവനെ വീണ്ടും കണ്ടു. കാലം മാറ്റിവരച്ച ഒരു പുതിയ ജീവിതശൈലി അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു. ഇവിടെ അവനെ സ്നേഹിച്ചവരുടെ നടുവിൽ നിന്നുകൊണ്ട് അവൻ ഞങ്ങളോട് സംസാരിച്ചു. അപ്പോൾ TV കണ്ടിട്ട് സാറും ചേച്ചിയും കൂടെ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ റൂമും ഭക്ഷണമൊക്കെ അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുതരും. പിന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഇവർ തന്നെ ചെയ്ത് ടിക്കറ്റ് എടുത്ത് പാസ്പോർട്ടൊക്കെ മേടിച്ച് തന്നു. ഞാൻ ആദ്യം ഔട്ട് പാസ് എടുത്തു. ഔട്ട് പാസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ അറബി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു നമ്മൾ ഔട്ട് പാസ് എടുത്തു, ഇയാൾ എന്തായാലും കയറി പോകും, പക്ഷേ നിങ്ങൾ പാസ്പോർട്ട് കൊടുക്കാതെ നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ബിസിനസ് ആയിരുന്നില്ല, എനിക്കത് ബുദ്ധിമുട്ടുണ്ട് ചെയ്യാനായിട്ട്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ വിളിച്ചതാണ്, സൗഹൃദത്തിൻ്റെ അവർ തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അറിഞ്ഞ ഒരാളുടെ എൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്യുന്ന ആളുടെ ബ്രദറിലെയാണ് ഇവനെ കമ്പനിയിലായിരുന്നു. അപ്പോൾ അയാൾ വന്നിരുന്നു ബൈ ചാൻസ് എൻ്റെ ഓഫീസിൽ. നമ്മൾ കണ്ടു ഇയാളെ, എന്തായാലും ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം പറഞ്ഞു. അപ്പോൾ ഇല്ല സാറേ ഞാൻ മേടിച്ചിട്ടുണ്ടാകും പാസ്പോർട്ട്. ഇവർക്ക് വേണ്ട ആഹാരമൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ ഉച്ചയ്ക്ക് രാത്രിയെല്ലാം കൃത്യമായിട്ട് കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പുറത്ത് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇയാൾ ആൾറെഡി ഒരു രോഗിയായ കാരണം കൊണ്ട് ഇനി ഹോട്ടലിലത്തെ ഭക്ഷണം കണ്ടിന്യൂസ്ലി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇനി അത് വേറൊരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർക്ക് വേണ്ട മറ്റുള്ള സഹായങ്ങളെല്ലാം ഹസ്ബൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ പറയാതെ തന്നെ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എൻ്റെ എല്ലാ സ്റ്റാഫും അവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ളതായ ഒരു തുക സംഭാവന ചെയ്തു. കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾക്ക് പരിചയമുള്ള നല്ലവരായ കുറച്ച് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നതായ സംഖ്യകളെല്ലാം കൂട്ടി എടുത്ത് ഞങ്ങളൊരു 40,000 രൂപ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് അങ്ങോട്ട് ഇപ്പോൾ കൊടുക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ നാട്ടിൽ പോയി ഓപ്പറേഷനോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. കാരണം അങ്ങനൊരു അസുഖം അങ്ങനത്തെ അസുഖമാണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മളെ അറിയിപ്പിക്കുക, നമ്മളാൽ സാധിക്കുന്ന സഹായം അപ്പോഴും ചെയ്തു തരാൻ ഞാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിന്റെയും ശരീരത്തിന്റെയും മുറിവുകൾക്കു മീതെ വീണ സൗഹൃദത്തിന്റെ ശമനൌഷധം. വേണുഗോപാലും ഭാര്യ പ്രഭാവതി വേണുഗോപാലും അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇതിനകത്ത് നമ്മോട് സഹകരിച്ചത് ഒന്ന് ഫ്രട്ടേണിറ്റി ഓഫ് എറണാകുളം എന്ന് പറഞ്ഞാൽ അവർ സംഭാവന തന്നു. പിന്നെ നവകാല കലാവധിക്കാർ അവർ പൈസ തന്നു. അത് മാത്രമല്ല എന്തെങ്കിലും ആവശ്യത്തിന് പോകാനായിട്ട് വിളിച്ച ആൾക്കാർ വന്നിരുന്നു, അവരും എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അറിഞ്ഞ ചില വ്യക്തികൾ. ഇനി വേനലിന്റെ ഉഷ്ണകാന്ഡം കഴിഞ്ഞ് ഒരു നന്ദി വാക്കിന്റെ ഭംഗിയിൽ ഒതുങ്ങാത്ത വിവശമായ ഈ പകലറുതിയിൽ അവൻ യാത്രയാകുന്നു. ആദ്യമായിട്ട് ചേച്ചിയുടെ അടുത്തും സാറിൻ്റെ അടുത്താണ് ഒരുപാട് നന്ദി പറയാനുള്ളത്. അത് കഴിഞ്ഞ് എനിക്ക് വേണ്ടി സംഭാവന എന്ന എല്ലാ ആൾക്കാരുടെ അടുത്തും എനിക്ക് ഒരുപാട് നന്ദി. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ജീവിക്കണമെന്ന് ജീവൻ ഇതം വരെ വേണ്ടാന്നുള്ള അവസ്ഥയിൽ വന്ന സമയത്തായി ഇവരെന്നെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് എനിക്ക് ഇത്രയും സഹായങ്ങൾ ചെയ്തു തന്നു. അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആദ്യമായിട്ട് കൈരളി TV കാണും എൻ്റെ ഈ അവസ്ഥ ഇങ്ങനെ TV കാണിച്ച് അവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അവർ കാരണമാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ എല്ലാവരും പേരു പറയാൻ മറന്നുപോയ ഒരാളുണ്ട്, ജോൺസൺ. ജോൺസൺ ഒരു സാധാരണ തൊഴിലാളിയാണ്. പണമോ ഉയർന്ന ഉദ്യോഗമോ അതിൻ്റെ തിരക്കുകളോ ഒന്നുമില്ലാത്ത വെറും തൊഴിലാളി. അയാൾ എന്നും ബിജുവിനെ തേടിയെത്തുന്നു.
ഞങ്ങൾ കണ്ടു. സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവരെ, സ്നേഹത്താൽ നയിക്കപ്പെടുന്നവരെ. നാട്യങ്ങളില്ലാത്ത നിന്റെ സൗഹൃദത്തിന്റെ ഓർമ്മയ്ക്ക് ഞങ്ങൾ ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു.